ഹലോ ഡിയേഴ്സ് മക്കളെ, അങ്ങനെ 7th CBSE നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഹൈസ്കൂളിലേക്കാണ്. 8 CBSE ആണ് നിങ്ങളെ വെൽക്കം ചെയ്ത് അവിടെ ഇരിക്കുന്നത് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ വലിയ കുട്ടികളായിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും ഇനി വലിയ വലിയ കാര്യങ്ങളാണ്. നമ്മളെ സബ്ജക്റ്റുകളെല്ലാം ഇനി ചെറിയ കൺവേർഷൻസിലൂടെ പോകാൻ പോവാണ്. നിങ്ങൾ പഠിച്ചിരുന്ന സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇനി 3 സബ്ജക്റ്റുകളാക്കി നമ്മൾ പഠിക്കും. ഡിഫറെൻറ്റ് ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. സയൻസിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. സോഷ്യലിലും ഇനി ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. മാത്സിലാണെങ്കിൽ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നും പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കുകയല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ അറിയിപ്പിച്ചതാണ്. ലാംഗ്വേജിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇനി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോഴേ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ പറയാനുള്ള കാര്യം, സയൻസിനെ നമ്മൾ പറഞ്ഞു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ 3ആയിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അതിൽ ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ഞാൻ. എൻ്റെ പേര് മുഫീദ എന്നാണ്. ഓൾറെഡി നിങ്ങളെ ലൈവ് ക്ലാസ്സുകളിലൂടെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഇനി ഈ വർഷം മുതൽ ഫിസിക്സിലൂടെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. സോ ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മക്കളെ, നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഓരോ ചാപ്റ്റേഴ്സും ഓരോരോ ടോപ്പിക്കിലാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നും കണക്റ്റഡ് അല്ല പരസ്പരം. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അതായത് 8ാം ക്ലാസ്സിൽ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന അതേ കാര്യങ്ങളുടെ കണ്ടിന്യൂവേഷൻ ആണ് 10th CBSEയിൽ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, 10th എത്തിയിട്ട് പെട്ടെന്ന് പഠിക്കാം എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. 8ൽ പഠിച്ച, അതായത് 8ൽ നന്നായിട്ട് ബേസിക്കും ഫൗണ്ടേഷനും ഒക്കെ അറിഞ്ഞ് പഠിച്ച കുട്ടിക്ക് മാത്രമേ 10ാം ക്ലാസ്സിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നുള്ള കാര്യം ഇപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ആരെയും പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കല്ല, ജസ്റ്റ് ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചത് മാത്രമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഒരുപാട് കുട്ടികൾ ക്ലാസ് എടുക്കുമ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഓൺലൈൻ ട്യൂഷൻ ബാച്ചിനെ കുറിച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 7ാം ക്ലാസ് വരെ CBSEക്ക് സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ഇല്ല. പക്ഷേ 8ാം ക്ലാസ് മുതൽ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചുകളെല്ലാം. ഇവിടെ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഓൺലൈൻ ട്യൂഷൻ ബാച്ചിന്റെ പേരാണ് യോദ്ധ ബാച്ച്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആക്കി തരാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആണ് നമ്മുടെ സ്വന്തം യോദ്ധ ബാച്ച്. പിന്നെ എല്ലാവരുടെയും ഒരു സംശയമാണ്, ഓൺലൈൻ ആയിട്ട് പഠിച്ചാൽ ശരിക്കും പഠിക്കാൻ പറ്റുമോ, എല്ലാ കാര്യങ്ങളും മനസ്സിലാവോ, എങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ എന്നല്ലേ. അപ്പോൾ നിങ്ങളെ അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇത്രയും അടിപൊളിയായിരുന്നോ എന്നുള്ള കാര്യം. സോ മക്കൾ മനസ്സിലാക്കുക, നമ്മുടെ യോദ്ധ ബാച്ചിൽ നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അതായത് യൂട്യൂബിൽ നമ്മൾ ഒരു ചാപ്റ്റർ എടുക്കുക ഏകദേശം 1 മണിക്കൂർ കൊണ്ട് മാത്രമാണ്. എന്നാൽ നമ്മുടെ യോദ്ധ ബാച്ചിൽ നമ്മൾ ഒരു ചാപ്റ്ററിനെ 5ഉം 6ഉം പാർട്ടുകളാക്കി ഡിവൈഡ് ചെയ്ത് ഓരോ ക്ലാസ്സും ഓരോ 1.5 മണിക്കൂറുകളായിട്ടാണ് നമ്മൾ എടുക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ടോപ്പിക്കും മനസ്സിലാവാണ്. പിന്നീട് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം. അവർ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് പറഞ്ഞു തരും. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ അപ്പോൾ തന്നെ എഴുതേണ്ട യാതൊരു നിർബന്ധമില്ല. ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ മിസ് എടുത്ത നോട്ടുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ PDF ആയിട്ട് ലഭിക്കും. പിന്നെ അതുമാത്രമല്ല കേട്ടോ, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെയൊക്കെ യൂണിറ്റ് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും. രാവിലെ എക്സാം ആണെങ്കിൽ വൈകുന്നേരം അതിൻ്റെ ആൻസർ കീ ഡിസ്കഷന് നമ്മൾ കണ്ടക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരുന്നു നമ്മൾ ആൻസർ എഴുതേണ്ടിയിരുന്നത്, എന്ത് കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവാണ്. പിന്നെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ആ ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പിന്നീട് നിങ്ങൾക്ക് കാണാനുള്ള ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. റെക്കോർഡ് ലൈവുകളായിട്ട് ആ വീഡിയോസ് അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആവുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പേൾ വീഡിയോസ് ആണ്. അതായത് എല്ലാ ചാപ്റ്റേഴ്സും വളരെ സിമ്പിളായിട്ട് ടോപ്പിക് വൈസ് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് നമ്മുടെ ആപ്പിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ വളരെ പെട്ടെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പേൾ വീഡിയോ സെഷനിലേക്ക് പോകാവുന്നതാണ്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മോഡൽ എക്സാംസ്, മൊഡ്യൂൾ എക്സാംസ് ഒക്കെയാണ്. നിങ്ങളുടെ സ്കൂളുകളിൽ നടക്കുന്ന എല്ലാ എക്സാംസും നമ്മൾ ഇവിടെയും മോഡലായിട്ട് കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ക്ലാസ്സിൽ വളരെ സൂപ്പറായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുകയാണ്. പിന്നെ പറയുകയാണെങ്കിൽ മൈൻഡ് മാപ്പ്, ഇൻസ്റ്റാളർ, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും അല്ലേ. മൈൻഡ് മാപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു പേജിൽ തന്നെ നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കാനുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും കൊള്ളിച്ചിട്ടുള്ള ഒരു സൂപ്പർ നോട്ടാണ്. അത് കണ്ടാൽ തന്നെ നമ്മൾ വിചാരിക്കും അടിപൊളിയായിട്ട് നമുക്ക് ആ ചാപ്റ്റർ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരികയാണ്. സോ മൈൻഡ് മാപ്പ് നിങ്ങൾ നമ്മുടെ യോദ്ധ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാളർ എന്ന് പറയുമ്പോൾ
അടിപൊളിയാണ് നമ്മുടെ യോധ ബാച്ചിന്റെ ഇൻസ്റ്റാളാണ്. ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ നോട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്, ഒരുപാട് ചിത്രങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ നോട്ടാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫാൽക്കൺ ബാച്ചാണ്. അതായത് പല കുട്ടികളും ഇപ്പോൾ തന്നെ നീറ്റ്, ജെഇ പോലെയുള്ള വലിയ വലിയ എൻട്രൻസ് എക്സാമുകൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ ഒരുപാട് ആഗ്രഹമുള്ള കുട്ടികളാണ്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൂപ്പർ ബാച്ചും കൂടെ നമ്മുടെ യോധ ബാച്ചിൻ്റെ കൂടെ നമ്മൾ റൺ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഫാൽക്കൺ ബാച്ച്. അപ്പോൾ അതും നിങ്ങൾക്ക് ഈ ബാച്ചിൻ്റെ കൂടെ കിട്ടും. സോ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള നമ്മുടെ ബാച്ചിൻ്റെ പേരാണ് യോധ ഇൻഫിനിറ്റി പ്രോ ബാച്ച്. അപ്പം നിങ്ങൾ പറയുന്നുണ്ടാകും, നേരത്തെ യോധ എന്ന് മാത്രമാണല്ലോ പറഞ്ഞത് അല്ലേ? യോധ ബാച്ച് തന്നെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള നമ്മുടെ യോധ ബാച്ചിൻ്റെ പേരാണ് ഇൻഫിനിറ്റി പ്രോ. ഇനി നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ പോലെ എൻട്രൻസ് എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളൊന്നും വേണ്ട, നിങ്ങൾക്ക് സ്കൂളിലെ കാര്യങ്ങളും അത് അടിപൊളിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ഇൻഫിനിറ്റി ബാച്ചിലേക്ക് പോകാം. ഇനി ഇതല്ല, എനിക്ക് ലൈവ് ക്ലാസ്സസും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള എക്സാംസും ഒക്കെ മാത്രം മതി, അങ്ങനെയൊക്കെ എനിക്ക് പഠിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കാരും നമ്മുടെ ബേസ് പ്ലാനും അവൈലബിൾ ആണ്. അപ്പോൾ മക്കളെ, പറയാനുള്ള കാര്യം, നമ്മുടെ സൈലത്തിൻ്റെ എജു ഫെസ്റ്റിനോടനുബന്ധിച്ച് നമ്മളിപ്പോൾ ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യാണ്. സോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം ആദ്യത്തെ ക്ലാസ്സുകളിലായിരിക്കും നമ്മൾ ബേസിക്സ് ഒക്കെ കൊടുത്തു തുടങ്ങുക. അപ്പോൾ അതൊന്നും ഒരിക്കലും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. ഏതായാലും നിങ്ങൾ ജോയിൻ ചെയ്യെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക, അതാണ് എല്ലാം കൊണ്ടും നല്ലത്. സോ നമ്മുടെ എജു ഫെസ്റ്റിന്റെ ഓഫർ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ XEF10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുകയാണ്. കൂടാതെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ സെലക്ട് ചെയ്ത് നമ്മൾ സ്മാർട്ട് വാച്ചുകളും സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. സോ ഈ ഒരു അവസരം നിങ്ങൾ ആരും തന്നെ മിസ്സാക്കരുത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് സൈലം ലേണിംഗ് ആപ്പ് എന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ കൂപ്പൺ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും നമ്മുടെ യോധ ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആവും. അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. സോ നമുക്ക് യോധ ബാച്ചിൽ കാണാം. ഉഷാറായിട്ട് നമ്മുടെ 8ാം ക്ലാസ് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം.